നമസ്കാരം. നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഈ ചാനലിൽ നൽകാവുന്നതാണ്. പ്രധാനമായും 2-3 പുതിയ നിയമങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന്, ഇരുചക്ര വാഹനങ്ങൾ 3 ചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ നിർബന്ധമായും പുക ടെസ്റ്റിനോടൊപ്പം തന്നെ ബ്യൂട്ടി പാർലറിൽ പോയതിൻ്റെ സർട്ടിഫിക്കറ്റും വെക്കേണ്ടതാണ്. കൃത്യമായി റോഡുകളിൽ പാലിക്കേണ്ട സുരക്ഷകൾ നിങ്ങൾ പാലിക്കേണ്ടതാണ്. തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, വഴിയിൽ വെച്ചോ ബസ്സിൽ വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ഡെലിവറികൾ മറ്റെല്ലാം ഇപ്പോൾ റോഡ് സൈഡിലാണ് നടക്കുന്നത്. അത് മറ്റാരുടെയും കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമായി അതിനെ പരിഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വെള്ളപ്പൊക്കമുള്ള റോഡുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ പോവുകയോ സഞ്ചരിക്കുകയോ ചെയ്യരുത്. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, H1N1 എന്ന് പറയുന്ന മാരകമായ പനി ഇപ്പോൾ വളരെ വ്യാപകമാണ്. ഈ പനി മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. പക്ഷേ നമ്മൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ പനിയുള്ളവർ നിർബന്ധമായും ബ്യൂട്ടി പാർലർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബാഗിൽ കരുതേണ്ടതാണ്. അതല്ലെങ്കിൽ CVD, MBD എന്ന് പറയുന്ന തരത്തിലുള്ള എല്ലാ ആളുകളും നിങ്ങളെ പിടിക്കുവാനും പിഴ ഈടാക്കുവാനും ചാൻസ് വളരെയേറെയാണ്. നിയമപരമായ എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഹെൽമറ്റുകളും പുകപരിശോധനയും കൃത്യമായി അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കൈവശം ഉണ്ടാകേണ്ടതാണ്. മരണം സുനിശ്ചിതമാണ്, പക്ഷേ അത് റോഡിലാവുമ്പോൾ നമ്മൾക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. റോഡിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നരഹത്യയുടെ പേരിൽ അവരവരുടെ വീടുകളിലേക്ക് ലെറ്ററുകൾ വരുന്നതായിരിക്കും. അവർ കൈകാലുകൾ ഒടിയുകയോ അപകടം കൂടുതലായിട്ട് സംഭവിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും 3 മാസം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും. റോഡിൽ സൂക്ഷിച്ച് നടക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. തീർച്ചയായും അടുത്ത പുതിയ നിയമം വരുന്നവരേക്കും നമുക്ക് വീണ്ടും കാണാം. ന്യൂസ് ചാനൽ ക്ലോസ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.